ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു പഫ് സ്ലീവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പട്ടുപാവാട ബ്ലൗസിലും അതേപോലെ സാരി ബ്ലൗസിലും ഒക്കെ നമുക്ക് ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഭംഗിയാണിത് ഇതേപോലെ ഒരു സ്ലീവ് ചെയ്തെടുക്കുന്നത്. ഒരു ബോർഡറും ലേസും ഒക്കെ വെച്ച് വളരെ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ കുറേ മെറ്റീരിയൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ലേസുണ്ട്. ഈ ലേസ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ലേസ് നമ്മുടെ കയ്യിലുള്ള ലേസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് സാരിയുടെയും പട്ടുപാവാടയുടെയൊക്കെ ഒരു ബോർഡർ വരുന്ന ഒരു പീസാണിത്. ഇത് ബ്ലൗസിൻ്റെ കൈ വയ്ക്കാനുള്ള തുണിയാണ്. ഇതിലാണ് നമ്മൾ പഫ് സ്ലീവ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് പേപ്പറിൽ നമ്മുടെ സ്ലീവിൻ്റെ ഒരു പാറ്റേൺ ചെയ്തെടുക്കാം. നമുക്ക് എത്രയാണോ വണ്ണോ ഇറക്കമൊക്കെ വേണ്ടിയെന്ന് വെച്ചാൽ അത് നമ്മളൊരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. അതിനുശേഷം അതനുസരിച്ചിട്ട് വേണം നമ്മളത് ചെയ്തെടുക്കാൻ. ഇത് ഫോൾഡ് സൈഡും ഇത് ഓപ്പൺ സൈഡും നമ്മുടെ വശത്തേക്ക് ഫോൾഡ് സൈഡ് വരുന്ന രീതിയിലും സെറ്റ് ചെയ്ത് വയ്ക്കുക. എനിക്ക് 7 ഇഞ്ച് ഇറക്കത്തിലാണ് സ്ലീവ് വേണ്ടിയത്. ഈ ഒരു പഫ് സ്ലീവ് വേണ്ടിയത് 7 ഇഞ്ച് ഇറക്കത്തിൽ. അപ്പോൾ ഞാൻ 8 ഇഞ്ച് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 8 മാർക്ക് ചെയ്തു. ആ മാർക്കിങ് തന്നെ 3.5 ഇഞ്ച് ഞാൻ താഴേക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിൻറ്റിൽ നിന്നാണ് നമ്മളുടെ ആം ഹോളിൻ്റെ മാർക്കിങ് ചെയ്യുന്നത്. 16 ഇഞ്ചാണ് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിങ്ങിലേക്ക് നമുക്കിതേപോലെ ഒരു കർവ് ഷേപ്പ് വരച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ കർവ് മാർക്കിങ്. ഇനി നമ്മൾ താഴെ കൈയുടെ വണ്ണം എത്രയാണോ അതിൻ്റെ പകുതി, 10 ഇഞ്ചാണെങ്കിൽ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 9.5 ആണെങ്കിൽ അതനുസരിച്ച് പകുതി മാർക്ക് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ഇതിൻ്റെ ഷേപ്പൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് പേപ്പറിലൊരു പാറ്റേൺ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീവ് ചെയ്തെടുക്കേണ്ടത്. വളരെ എളുപ്പമാണ് കേട്ടോ, അതേപോലെ വളരെ ഭംഗിയുമാണ്. സെൻറ്റർ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട് പീസ് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് നമ്മൾ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുന്നത് കേട്ടോ. ഫ്രണ്ട് ഭാഗം ഒന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ചെറിയൊരു കട്ടിങ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പേപ്പർ പാറ്റേൺ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി സ്ലീവ് ഇതേപോലെ നമ്മൾ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇടുക. ഈ ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സൈഡാണ്. ഇതിൻ്റെ നീളം എത്രയാണ് കണക്കാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതുണ്ടോ, ഈ പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ ഇതേപോലെ വയ്ക്കുമ്പം കറക്റ്റ് ഇതേപോലെ നിൽക്കുന്ന രീതിയിലാണ് അതൊന്ന് മടക്കിയെടുക്കേണ്ടത്. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമുക്ക് ഈ തുണി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് രണ്ടായിട്ടാണ് തുണി മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മാർക്കിങ്ങുകൾ ചെയ്യാം. ഈ ഒരു ഭാഗമാണ് അതിൻ്റെ സെൻറ്റർ. അതിനുശേഷം നമുക്ക് ഫോൾഡ് ചെയ്ത സൈഡാണ് കേട്ടോ, മറന്നു പോകരുത്. 2 ഇഞ്ച് വീതം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഓരോ മാർക്കിങ്ങിൻ്റെയും അളവ് 2 ഇഞ്ച് വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിടുക. നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓപ്പൺ സൈഡല്ല, ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ നിന്ന് 2 ഇഞ്ച് വീതം ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്തു. അതേപോലെ നമുക്ക് മറുവശത്തും മാർക്ക് ചെയ്യണം കേട്ടോ. 12 ഇഞ്ചായപ്പോൾ നമുക്ക് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഞാൻ 2 ഇഞ്ച്. അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും 2 ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാ 2 ഇഞ്ച് വീതവും നമ്മൾ 2 സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അറിയാൻ വേണ്ടിയിട്ട്. ഇതുണ്ട്, ഇതേപോലെ നമ്മൾ 2 സൈഡിലും 2 ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സെൻറ്റർ കേട്ടോ, അത് മാറിപ്പോകരുത്. അതിനാണ് നമ്മൾ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചത്. ഇനി ആ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തോട്ട് ഈ ഓരോ ഇഞ്ച് വീതം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കുക. 2 ഇഞ്ചല്ലേ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു ഫ്ലീറ്റ്സ് പോലെ എടുത്തിട്ട് ഒന്ന് സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കാം. ഞാനൊരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, അടുത്ത 2 ഇഞ്ച് മാർക്കിങ് നമ്മളെടുത്ത് ഇതേപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അവസാനം പിൻ ചെയ്താലും മതി കേട്ടോ. ഇതേപോലെ നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിൽ ആ 2 ഇഞ്ച് മാർക്കിങ് മടക്കി പ്ലേറ്റ്സ് പോലെ നമ്മളിങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം.
ഇനി മറുഭാഗത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഫ്ലീറ്റ്സായിട്ട് എടുത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മുടെ മാർക്കിങ്ങുകളിലെല്ലാം നമുക്കൊന്ന് ഇതേപോലെ ചെറിയ ഫ്ലീറ്റ്സായിട്ട്. കൂട്ടുകാർക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതേപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതേപോലെ ആ ഫ്ലീറ്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒന്നിന് മുകളിൽ ഒന്ന് വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അല്ലെ നമ്മൾ കൈ വിടുമ്പോഴത്തേക്ക് ഇത് അഴിഞ്ഞു പോയാൽ നമ്മുടെ ഫ്ലീറ്റ്സ് എല്ലാം പല വലിപ്പത്തിലായി പോവുകയല്ലേ. അതുകൊണ്ടാണ് ഞാനതൊന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഫ്ലീറ്റ്സ് വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് വീണ്ടും അത് അഴിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി കട്ടിയുള്ള ഭാഗമാണ്. നമ്മൾ കുറേ ഇങ്ങനെ ലെയറായിട്ട് നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടില്ലേ. അപ്പോൾ അതിന് ആ ഭാഗത്തിൽ വെച്ച് കട്ടിയുള്ളതുകൊണ്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നൊക്കെ ഒന്ന് ഊരി മാറ്റാം. അതിന് ശേഷം നമ്മുടെ ഈ മുകൾ ഭാഗത്ത് ഈ ഫ്ലീറ്റ്സ് വരുന്നത് നമുക്കൊന്ന് താഴ്ഭാഗത്ത് നമ്മൾ അടുക്കിയാണ് വെച്ചത്. ഈ ഒരു മുകൾ ഭാഗത്ത് നമുക്കൊന്ന് ഇച്ചിരിയും കൂടെ ഇതേപോലെ നകത്തി ഫ്ലീറ്റ്സൊക്കെ ഒന്ന് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കറക്റ്റ് അകലത്തിലൊക്കെ നമ്മളൊന്ന് ഫ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുണ്ട് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഫ്ലീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. എനിക്ക് ചെറിയ ചെറിയ ഫ്ലീറ്റ്സുകൾ നിറച്ചുണ്ട്. നല്ല ഭംഗിയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ഫ്ലീറ്റ്സ് ഇട്ടെടുത്തു. ഇനി ചെയ്യേണ്ടത് നമ്മുടെ പേപ്പറിൽ നമ്മൾ സ്ലീവിൻ്റെ പാറ്റേൺ വെട്ടി വെച്ചിട്ടില്ലേ, അത് കറക്റ്റ് ഇതേപോലെ ഇതിൻ്റെ പുറത്ത് നമുക്കിതേപോലെ കറക്റ്റ് ഒന്ന് നിവർത്തി വയ്ക്കാം. കണ്ടില്ലേ? ഇതേപോലെ നമ്മളൊന്ന് നിവർത്തി വെച്ചിട്ട് നമ്മുടെ ആ പേപ്പർ പാറ്റേണിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് കറക്റ്റ് വരച്ചെടുക്കാവേ. മാറി നീങ്ങിയും തിരിഞ്ഞൊന്നും പോവാതെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടൊക്കെ വേണം നമ്മളൊന്ന് വരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് 4 സൈഡും ഒന്ന് വരച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ മുകൾ ഭാഗം ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാം. എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാനൊരു ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അഥവാ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പോയിട്ടുണ്ട് വീണ്ടും അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകില്ലേ. അതുകൊണ്ടാണ് ഞാൻ ആ ഷേപ്പ് ഒന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ പുറമെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തേക്കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സ്ലീവിൻ്റെ പാറ്റേണിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് കറക്റ്റ് നമ്മൾ ആ ഒരു മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു സ്ലീവിൻ്റെയൊക്കെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. നിറച്ച് ഫ്ലീറ്റ്സൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴ്ഭാഗത്ത് ഞാനൊരു പടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതേപോലെ ലൈനിങ് എടുക്കുക. ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമ്മളുടെ ഇതേപോലത്തെ ഒരു പടി, ഇത് നമ്മളുടെ പാവാടയിലും സാരിയുടെയൊക്കെ ബോർഡല്ലേ, പാവാടയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്ന ശകലം പടി എടുത്ത് വെച്ചാൽ നമുക്ക് ഇതേപോലെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ആവശ്യത്തിനുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പടി നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മുടെ പഫ് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല വശം താഴെ വരുന്ന രീതിയിൽ
ഈ ബോർഡർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ ആ വൈറ്റ് ഒന്നും കാണാത്ത രീതിയിൽ ആ ഗോൾഡ് കയറ്റിയിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ഭാഗം നമ്മൾ കണ്ടാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുകയില്ല. അപ്പോൾ അത് അകത്തേക്ക് പോകുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഗോൾഡൻ്റെ ബോർഡർ മാത്രം കാണുന്ന രീതിയിലാണ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ അതിനെ മുകളിലേക്കൊന്ന് മറിച്ചിട്ടു. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഫ് എടുത്ത് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുണ്ട് ഇതേപോലെ ആ വൈറ്റ് ബോർഡറിൻ്റെ വൈറ്റ് വരുന്ന ഭാഗമൊക്കെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഒന്ന് മടക്കി നമുക്ക് അകത്തേക്ക് വെച്ചിട്ട് നമ്മുടെ സ്ലീവിൻ്റെ മുകളിലേക്ക് ആ പടി വരുന്ന രീതിയിൽ വയ്ക്കാം. അതിന് മുകളിൽ നമുക്ക് ഈ ലേസ് വെച്ച് കൊടുക്കാം. എന്നാലും ഒന്നും കൂടെ നമ്മുടെ പഫ് സ്ലീവിനെ ഭംഗിയാകും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സ്ലീവ് ആദ്യം ഈ ബോർഡർ കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈക്ക് ചെയ്യാൻ മറന്നുപോയ കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇനി ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാനുമൊക്കെ പറ്റും കേട്ടോ. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതേപോലെ ഒന്ന് ബോർഡൊക്കെ വെച്ചൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഫ് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ വളരെ ഭംഗിയല്ലേ എന്ന് നോക്കിയാൽ ബോർഡറൊക്കെ വെച്ച് ആ ലേസൊക്കെ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. നിറച്ച് ഫ്ലീറ്റ്സൊക്കെ ആയിട്ട്. ഇനി നമുക്കിതേപോലെ വെച്ചിട്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.